Hello friends, welcome to Rise to RN. എൻ്റെ പേര് ഡോണ ആൻഡ് ഐ ആം വർക്കിംഗ് ആസ് എ നഴ്സിംഗ് ട്യൂട്ടർ. അപ്പോൾ നമ്മൾ ഇന്നലെ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്തിരുന്നു. കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് പാർട്ട് 2-ന്റെ നിങ്ങൾക്ക് ആവശ്യമായ ക്വസ്റ്റ്യൻസ് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പം അതിന് റിപ്ലൈ ആയിട്ട് ഒരു 50ഓളം അതിന് മേലെ കുട്ടികൾ നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ഓരോ ചാപ്റ്റേഴ്സിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനോടൊപ്പം തന്നെ നമുക്ക് മെസ്സേജ് ചെയ്ത കൂട്ടുകാർക്ക് വേണ്ടി ഓരോ പോർഷൻസും അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും. നമ്മൾ ഈ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട പോർഷൻ എത്തുമ്പോൾ നമ്മൾ ആ പോർഷൻ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് പാർട്ട് 2 എന്ന് പറയുന്നത് ഈ സിലബസ് നമ്മൾ 2016 സ്കീമുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. OBGയും റിസർച്ച് സ്റ്റാറ്റിയും പോലൊന്നുമല്ല, ഒരുപാട് ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് 2016 സ്കീമിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ കംപ്ലീറ്റ് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊരു കമ്പാരിസൺ ഒക്കെ ചെയ്ത് നോക്കി നമുക്ക് ആ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഡിസ്കഷനിൽ റെഫർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് 2020 സ്കീമിൽ വരുന്ന 2025 നടന്ന റെഗുലർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ അതിന്റെ സപ്ലിമെന്ററി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആയിരിക്കും എടുക്കുന്നത്. ഇത് കൂടാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഉണ്ട്, നിങ്ങളുടെ സിലബസിൽ തന്നെ റെഫറൻസിന് കൊടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഉണ്ട്. അതിൻ്റെ അതേ 3 ക്വസ്റ്റ്യൻ പേപ്പറിലകത്തും വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കമ്പയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. ഇത് കൂടാതെ നമ്മൾ പ്രോബബിൾ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. മാനേജ്മെന്റ് ഓഫ് കോമൺ കണ്ടീഷൻസ് ആൻഡ് എമർജൻസീസ് ഇൻക്ലൂഡിംഗ് ഫസ്റ്റ് എയ്ഡ്. ഇപ്പൊ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്ന ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് എയ്ഡ് ഓഫ് ബേൺസ് ചോദിച്ചിട്ടുണ്ട്, വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് എയ്ഡ് ഓഫ് സ്ട്രോക്ക് ചോദിച്ചിട്ടുണ്ട്, വേറൊരെണ്ണത്തിന്റെ അകത്ത് ഫസ്റ്റ് എയ്ഡ് ഓഫ് പോയിസണിങ്ങും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് എയ്ഡ് അത്യാവശ്യം നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഏതെങ്കിലും ഒരു ഫസ്റ്റ് എയ്ഡിന്റെ മാനേജ്മെന്റ് വരാൻ നല്ല ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ടാണ് മാക്സിമം നിങ്ങൾ ഈ ചാപ്റ്റർ വായിക്കുമ്പോൾ ഫസ്റ്റ് എയ്ഡിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് എയ്ഡ് ഓഫ് ഹൈ ഫീവർ, ലോ ബ്ലഡ് ഷുഗർ, മൈനർ ഇഞ്ചുറീസ്, ഫ്രാക്ചേഴ്സ്, അങ്ങനത്തെ കുറെ ടോപ്പിക്കുകൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ജസ്റ്റ് വായിച്ചാൽ സ്വന്തമായിട്ട് എഴുതാവുന്ന പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കാരണം ഫസ്റ്റ് എയ്ഡ് കൃത്യമായിട്ട് വായിച്ചിരിക്കാൻ ശ്രമിക്കുക. സോ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവാം. റീപ്രൊഡക്റ്റീവ് മെറ്റേണൽ ന്യൂബോൺ ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ഹെൽത്ത്. ഇത് നമ്മുടെ OBGയുടെ എക്സാക്ട് സെയിം സംഭവങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എഴുതി ചോദിച്ചാൽ OBG റിലേറ്റഡ് കുറച്ചുകൂടി കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ട് എഴുതാൻ ശ്രമിച്ചാൽ മാത്രം മതി. പിന്നെ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ട കുറച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത് യൂസ് ഓഫ് സേഫ് ചൈൽഡ് ബർത്ത് ചെക്ക് ലിസ്റ്റ് എന്നൊരു ടോപ്പിക്ക് കിടപ്പുണ്ട് ഈ ഒരു പോർഷൻ്റെ അകത്ത്. അപ്പൊ അത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പിയർ ചെയ്തിട്ടുള്ളതാണ്. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നതെന്ന് കാണാം. ഈ സേഫ് ചൈൽഡ് ബർത്ത് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് 2021 WHO വേൾഡ് പേഷ്യന്റ് സേഫ്റ്റി ഡേയോടനുബന്ധിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ചെക്ക് ലിസ്റ്റ് ആണ്. അതിന്റെ ആദ്യം അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു കാര്യം എഴുതണം, അതോടൊപ്പം തന്നെ ഇതിന്റെ ഡെഫിനിഷൻ എഴുതണം. ഇതൊരു ചെക്ക് ലിസ്റ്റ് എന്തിനു വേണ്ടിയാന്ന് പറഞ്ഞാൽ it is used by the healthcare workers during delivery and immediately after the birth to improve the safety of mothers and newborn. അമ്മയുടെയും കുഞ്ഞിന്റെ സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ചെക്ക് ലിസ്റ്റ് ആണിത്. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ എഴുതേണ്ട പോയിന്റ് എന്ന് പറയുന്നത് യൂസസ് ആണ്. യൂസസ് പല ഹെഡിങ്ങിൽ നമുക്ക് എഴുതാം. ഒന്ന്, ഇംപ്രൂവ്സ് ദ മെറ്റേണൽ സേഫ്റ്റി, അമ്മയുടെ സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യുന്നു. ഇംപ്രൂവ്സ് ദ ന്യൂബോൺ സേഫ്റ്റി, സ്റ്റാൻഡർഡൈസസ് ദി കെയർ, റെഡ്യൂസസ് ദി മെഡിക്കൽ എറേഴ്സ്, enhances the communication, supports prevention of infection, then promotes early identification of danger signs like maternal bleeding അല്ലെങ്കിൽ high blood pressure, fetal distress, അങ്ങനത്തെ high danger signs ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നു. increases the quality of care, ഹൈ ക്വാളിറ്റി കെയർ കൊടുക്കാനും ഈ ചെക്ക് ലിസ്റ്റ് നമ്മളെ സഹായിക്കുന്നു. സോ ഈ യൂസസ് കൂടി എഴുതുകയാണെങ്കിൽ നമുക്ക് ഒരു 5 മാർക്കിന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈസിലി നമുക്ക് മാർക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇനി സിലബസിന്റെ താഴോട്ട് കാണുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും OBG നമ്മൾ പഠിക്കുന്നതാണ്. അതുകൂടാതെ നിങ്ങൾ മെയിൻ ആയിട്ടും പഠിക്കേണ്ട 2 പോയിന്റ്സ് അതിന്റെ ഇടയ്ക്ക് കിടക്കുന്ന ഏതാണെന്ന് വെച്ചാൽ IMNCയും അതുപോലെ തന്നെ അണ്ടർ 5 ക്ലിനിക്കും. രണ്ടും എടുത്തു ചോദിക്കാൻ, പ്രത്യേകിച്ച് അണ്ടർ 5 ക്ലിനിക് എടുത്തു ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സോ അണ്ടർ 5 ക്ലിനിക്ക് പഠിക്കുമ്പോൾ ഓർത്തിരിക്കുക, ഒരു ഡയഗ്രാം ഉണ്ട്, ആ ഡയഗ്രാം കൂടി പഠിക്കാൻ മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് അഡോളസെന്റ് ഹെൽത്ത് ആണ്. 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ അഡോളസെന്റ് ഹെൽത്ത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്തെ മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോമൺ ഹെൽത്ത് പ്രോബ്ലംസ് ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ് ഇൻ അഡോളസെന്റ് ഗേൾസ് ആൻഡ് ബോയ്സ്.
അപ്പം കോമൺ ഹെൽത്ത് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എഴുതാവുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് ഏർലി പ്രഗ്നൻസി ആൻഡ് ചൈൽഡ് ബ്രത്ത്, ദെൻ മെന്റൽ ഹെൽത്ത്, വയലൻസ്, ആൽക്കഹോൾ, ഡ്രഗ്സ്, ഇഞ്ചുറീസ്, മാൽന്യൂട്രീഷൻ ആൻഡ് ഒബേസിറ്റി, എക്സസൈസ് ആൻഡ് ടൊബാക്കോ യൂസ്. ഇതാണ് മെയിൻ ആയിട്ടും വരുന്ന ഹെൽത്ത് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ നിങ്ങൾക്ക് അറിയാവുന്ന ഇതും പോയിന്റ്സും ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തെന്ന് പറയുന്നത് ഒരു SRH സർവീസ് നീഡ്സ് എന്ന് പറഞ്ഞ ഒരു പോയിന്റ് കിടപ്പുണ്ട്. സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് സർവീസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. അതും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക. ആ ഒരു പോർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്, കൗൺസിലിംഗ് ഫോർ ടീനേജേഴ്സ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് ഡെഫിനേഷൻ എഴുതുക, പിന്നെ ഏരിയാസ് ഓഫ് അഡോളസെന്റ് കൗൺസിലിംഗ്, ഏതൊക്കെ ഏരിയാസിലാണ് അഡോളസെൻസിന് കൗൺസിലിംഗ് വേണ്ടത്. ഇപ്പം ഫിസിക്കൽ ഹെൽത്ത് കൗൺസിലിംഗ് കൊടുക്കാം, അതുപോലെ തന്നെ മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് കൗൺസിലിംഗ്, സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കൗൺസിലിംഗ്, സബ്സ്റ്റൻസ് അബ്യൂസ് കൗൺസിലിംഗ്, കരിയർ ആൻഡ് എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ്, സോഷ്യൽ കൗൺസിലിംഗ്. ഇങ്ങനെ പല ഏരിയാസ് ഉണ്ട്. ഇങ്ങനെ പല ഏരിയാസിലുള്ള കൗൺസിലിംഗ്സ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഓരോ ഏരിയ എഴുതിയിട്ട് അതിന്റെ അടിയിൽ ഓരോ മെയിൻ പോയിന്റ്സ് നമ്മൾ ആഡ് ചെയ്യാനോട് ശ്രമിക്കുക. സോ നമ്മൾ അടുത്ത കാണാൻ പോകുന്ന RMNCH+A. നമ്മളോട് കുറെ കൂട്ടുകാരെ നമുക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്കിൽ ആൻസർ ചെയ്യണമെന്ന്. അപ്പൊ നമുക്കത് നോക്കാം. RMNCH എന്ന് പറയുന്നത് ഫുൾ ഫോം റീപ്രൊഡക്റ്റീവ് മെറ്റേണൽ ന്യൂബോൺ ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ഹെൽത്ത് എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. ആൻഡ് മിനിസ്ട്രി ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ലോഞ്ച് ചെയ്ത ഒരു സ്ട്രാറ്റജിയാണിത്. അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആണ് അടുത്ത ഹെഡിങ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു എന്തൊക്കെയാണ്? റെഡ്യൂസ് ദ മെറ്റേണൽ മോർട്ടാലിറ്റി, reduce infant and child mortality, improve the adolescent health, promote the reproductive health, ensure universal access to quality healthcare services. ലാസ്റ്റ് എന്ന് പറയുന്നത് improve nutrition and immunization coverage. ഇതാണ് മെയിൻ ഒബ്ജക്റ്റീവ്സ് വരുന്നത്. പിന്നെ നിങ്ങൾ എഴുതേണ്ട പോയിന്റ് എന്ന് പറയുന്നത് കമ്പോണൻസ് ആണ്. കമ്പോണൻസ് വരുമ്പോഴത്തേനും ഫസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എഴുതണം, രണ്ടാമത്തെ മെറ്റേണൽ ഹെൽത്ത് എഴുതണം, മൂന്നാമത് ന്യൂബോൺ ഹെൽത്ത്, നാലാമത് ചൈൽഡ് ഹെൽത്ത് ആൻഡ് അഞ്ചാമത് എഴുതേണ്ട ലാസ്റ്റ് അഡോളസെന്റ് ഹെൽത്ത്. ഇതും എഴുതുക. അതിനുശേഷം ഒരു ഹെഡിങ് കൂടി വരുന്നുണ്ട്, കീ സ്ട്രാറ്റജീസ് അണ്ടർ RMNCH+A. ഈ RMNCH+A സ്ട്രാറ്റജിക്ക് അടിയിൽ വരുന്ന പ്രോഗ്രാംസ് ഏതൊക്കെയാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തിരിക്കുന്ന വേറെ പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് കൂടി ആഡ് ചെയ്യണം. എന്റെ 2-3 എക്സാമ്പിൾസ് പറയാം. ജനനി സുരക്ഷാ യോജന, ജനനി ശിശു സുരക്ഷാ കാര്യക്രമം, രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം. ഇങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ആ പ്രോഗ്രാംസിന്റെ പേരുകൂടി എഴുതുക. ലാസ്റ്റ് റോൾ ഓഫ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സും കൂടി എഴുതാൻ ശ്രമിക്കുക. RMNCH+A അപ്രോച്ചസ് കൂടി നമുക്കൊന്ന് കണ്ടുപോകാം. ഇതും ഒരു വട്ടം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. മെയിൻ ആയിട്ടുള്ള അപ്രോച്ചസ് എന്ന് പറയുന്നത് കോണ്ടിന്യൂം ഓഫ് കെയർ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് കെയർ കൊടുക്കുന്നു. ഒരു ആൾ അഡോളസെന്റ് ആയിരിക്കുമ്പോൾ അഡോളസെന്റ് കെയർ അത് ബേസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് സർവീസസ് കൊടുക്കുന്നു. പിന്നെ വരുമ്പോൾ പ്രഗ്നൻസി റിലേറ്റഡ് കൊടുക്കുന്നു, ചൈൽഡ് ബർത്ത് റിലേറ്റഡ്, അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള കെയർ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തെന്ന് പറയുന്നത് ലൈഫ് സൈക്കിൾ അപ്രോച്ച് എന്ന് പറയും. ഒരാളുടെ ലൈഫ് സൈക്കിൾ ത്രൂ ഔട്ട് ഓരോ ലൈഫ് സൈക്കിൾ പീരീഡിലും കണ്ടിന്യൂസ് കെയർ കൊടുക്കുന്നു. അതിനാണ് ലൈഫ് സൈക്കിൾ അപ്രോച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഈ സർവീസിൻ്റെ അകത്ത് എല്ലാം ഇന്റഗ്രേറ്റഡ് ആണ്. ന്യൂട്രീഷൻ ഉണ്ട്, ഇമ്മ്യൂണൈസേഷൻ ഉണ്ട്, ഫാമിലി പ്ലാനിങ്, മെറ്റേണൽ കെയർ, അഡോളസെന്റ് കെയർ, ന്യൂബോൺ കെയർ, അങ്ങനെ എല്ലാം കൂടി ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഉള്ളത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ അപ്രോച്ച്. ഈ ഒരു കമ്മ്യൂണിറ്റി ഈ ഒരു പ്രോഗ്രാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ആശ വർക്കേഴ്സ് ത്രൂ, അല്ലെങ്കിൽ അംഗൻവാടി വർക്കേഴ്സ് ത്രൂ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഒക്കെ ത്രൂ നമ്മൾ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ അപ്രോച്ച് ആയിട്ടാണ് ഇത് കരുതുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇക്വിറ്റി അപ്രോച്ച് ആണ്. ഇക്വിറ്റി അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹെൽത്ത് കെയർ സർവീസസ് ആർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്, ലൈക്ക് റൂറൽ പോപ്പുലേഷൻ, പുവർ ഫാമിലീസ്, ട്രൈബൽ പോപ്പുലേഷൻ, എല്ലാവർക്കും ഈ റൂറൽ ഹെൽത്ത് കെയർ സർവീസസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നു. അതിനാണ് ഇക്വിറ്റി അപ്രോച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എവിഡൻസ് ബേസ്ഡ് അപ്രോച്ച്. നമ്മൾ കൊടുക്കുന്ന ഓരോ ഇന്റർവെൻഷൻസും ഓരോ റിസർച്ച് ഫൈൻഡിങ്സ് ബേസ്ഡ് ആണ്, അല്ലെ നാഷണൽ സർവേസ് ബേസ്ഡ്, ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ബേസ്ഡ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഓരോ എവിഡൻസ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഓരോ ഹെൽത്ത് കെയർ ഇന്റർവെൻഷൻസും പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് കെയർ അപ്രോച്ച്. നമ്മൾ ക്വാളിറ്റി കെയർ ആണ് ഓരോ സർവീസ് ത്രൂ ഓരോ ആൾക്കാർക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. സേഫ് ഹെൽത്ത് കെയർ പ്രാക്ടീസസ്, സ്കിൽഡ് ഹെൽത്ത് കെയർ പ്രാക്ടീസസ്, അതുപോലെ അവൈലബിലിറ്റി ഓഫ് മെഡിസിൻസ് ആൻഡ് എക്യുപ്മെന്റ്സ്, എല്ലാം ഹൈ ക്വാളിറ്റിയിൽ പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടായിരിക്കും സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇന്റർ സെക്ടറൽ കോർഡിനേഷൻ അപ്രോച്ച്. ഇന്റർ സെക്ടറൽ എന്ന് പറയുമ്പോൾ
എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഒരുപോലെ കോർഡിനേറ്റഡ് ആയിട്ടായിരിക്കും സർവീസസ് കൊടുക്കുന്നത്. ലൈക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, വുമൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ്, സാനിറ്റേഷൻ ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ്, ഇവരെല്ലാം കൂടി ഒരുമിച്ച് ഇന്റർസെക്ടറൽ ആയിട്ടായിരിക്കും സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത്രയും 8 അപ്രോച്ചുകളാണ് RMNCH+A ഉള്ളത്. ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് വരുന്നത് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ആണ്. അതും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ എല്ലാവരും പഠിച്ചിരിക്കുക. പിന്നുള്ളത് RBSK ആണ്, രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം. ആ ഒരു പ്രോഗ്രാമിനെ പറ്റി ഞാനൊരു ചെറിയൊരു ഡീറ്റെയിൽ പറയാം. ഈ ഒരു ക്വസ്റ്റ്യനും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതൊന്ന് പഠിച്ചിരിക്കുക. രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം, ബാൽ എന്ന് പറയുമ്പോൾ പിള്ളേരെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബർത്ത് മുതൽ 18 ഇയേഴ്സ് ആവുന്ന ഏജിലുള്ള ചിൽഡ്രനെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ആവശ്യമായ ഹെൽത്ത് സ്ക്രീനിങ്ങും ഏർലി ഇന്റർവെൻഷൻസും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു നാഷണൽ പ്രോഗ്രാമാണ് RBSK എന്ന് പറയുന്നത്. ഇതിന്റെ ടാർഗറ്റ് ഗ്രൂപ്പ് വരുന്നത് ന്യൂ ബോൺസ് ഉണ്ട്, പ്രീ സ്കൂൾ ചിൽഡ്രൻ ഉണ്ട്, സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ ഉണ്ട്. അങ്ങനെ 3 ടാർഗറ്റ് ഗ്രൂപ്പ് ആണ് വരുന്നത്. പിന്നെ ദ 4 Ds കവേർഡ് അണ്ടർ RBSK, 4 Ds ആണ് ഈ RBSKയുടെ അടിയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ഡിഫക്ട്സ് അറ്റ് ബർത്ത്, 2 ഡെഫിഷ്യൻസീസ്, 3 ഡിസീസ്, 4 ഡെവലപ്മെന്റൽ ഡിലേസ് ആൻഡ് ഡിസബിലിറ്റീസ്. സോ ഈ 4 D ആണ് നമ്മൾ ഈ RBSKയുടെ കീഴിൽ നമ്മൾ കവർ ചെയ്യുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ സർവീസസ് അണ്ടർ RBSK എന്തൊക്കെ സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഹെൽത്ത് സ്ക്രീനിങ് ഉണ്ട്, ഏർലി ഡയഗ്നോസിസ്, റെഫറൽ സർവീസ്, ഫ്രീ ട്രീറ്റ്മെന്റ്, അതുപോലെ ഏർലി ഇന്റർവെൻഷൻ സെന്റേഴ്സ്. ഇത്രയാണ് മെയിൻ ആയിട്ടും RBSK പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്. നെക്സ്റ്റ് വരുന്ന രാഷ്ട്രീയ കിഷോർ സ്വാസ്ഥ്യ കാര്യക്രമമാണ്. അപ്പൊ ഇത് രണ്ടും RBSKയും RKSKയും ഡിഫറൻസ് ബിറ്റ്വീനും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ ഈ രാഷ്ട്രീയ കിഷോർ സ്വാസ്ഥ്യ കാര്യക്രമം എന്താണെന്നും കൂടി നമുക്ക് കാണാം. ഇതെന്ന് പറയുന്ന അഡോളസൻസിനെയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ 10 തൊട്ട് 18 വയസ്സ് വരെയുള്ള ചിൽഡ്രനെയാണ് ഇവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ ഹെൽത്ത് സർവീസസ് ആണ് അതിനുവേണ്ടി, അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാം ആണ്. ഇവിടെ മെയിൻ ആയിട്ടുള്ള മേജർ ഏരിയാസ് കവർ ചെയ്യുന്ന ഏതാന്നൊക്കെ വെച്ചാൽ 1 ന്യൂട്രീഷൻ, 2 സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, 3 മെന്റൽ ഹെൽത്ത്, 4 സബ്സ്റ്റൻസ് മിസ്യൂസ് പ്രിവെൻഷൻ, 5 ഇഞ്ചുറീസ് ആൻഡ് വയലൻസ് പ്രിവെൻഷൻ, 6 നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റി അവയർനെസ്. ഇത്രയും പോയിന്റ്സ് ആണ്, ഇത്രയും കാര്യങ്ങളാണ് ഈ RKSKയിൽ അണ്ടറിൽ ഇവർ കവർ ചെയ്യുന്നത്. പിന്നെ അതുകൂടാണ്ട് നമുക്ക് ആഡ് ചെയ്യുന്ന സർവീസസ് ആണ്. സർവീസസ് അണ്ടർ RKSK എന്ന് പറയുന്നത് പിയർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട്, കൗൺസിലിംഗ് സർവീസുകളുണ്ട്, അതുപോലെ അഡോളസെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹെൽത്ത് ക്ലിനിക്സ് ഉണ്ട്. അങ്ങനത്തെ കുറെ സർവീസസും ഈ RKSKയുടെ അണ്ടറിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് 3ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. ഡെമോഗ്രഫി, സർവൈലൻസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡേറ്റ. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും പ്രീവിയസ് ഇയറിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അത് ലിസ്റ്റ് ഡൗൺ ആയിരുന്നു, സോഴ്സസ് ഓഫ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ അതിന്റെ ആൻസർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തു പോവാം. 4 സോഴ്സസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ സോഴ്സ് എന്ന് പറയുന്നത് സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം ആണ്. അതിൻ്റെ അകത്ത് ഒഫീഷ്യൽ സിസ്റ്റം ഫോർ റെക്കോർഡിംഗ് ബർത്ത്, ഡെത്ത്, മാരേജ്, ഡൈവോഴ്സ്, ലൈക്ക് എന്താ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയുന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ട് നമുക്ക്. അത് ഇങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഇതിനെയാണ് സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് സെൻസസ് ആണ്. സെൻസസ് അറിയാം, എല്ലാ 10 വർഷം കൂടുമ്പോഴും പോപ്പുലേഷന്റെ സൈസ് അറിയാൻ വേണ്ടി സെൻസസ് എടുക്കും. അപ്പൊ അതിൻ്റെ അകത്ത് പോപ്പുലേഷൻ സൈസ് വരും, ഏജ്, സെക്സ്, ലിറ്ററസി, ഒക്യുപ്പേഷൻ, ഫെർട്ടിലിറ്റി ആൻഡ് മോർട്ടാലിറ്റി, ഈ വക കണ്ടന്റ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും ആ ഒരു സെൻസസ് എടുക്കുന്നത്. 3ാമത്തേന്ന് പറയുന്നത് സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം. ഇതും ഒരു എസ്റ്റിമേഷന് വേണ്ടി നടത്തുന്നതാണ്. എന്തിൻ്റെയൊക്കെയാന്ന് പറഞ്ഞാൽ ബർത്ത് റേറ്റ് ഉണ്ട്, ഡെത്ത് റേറ്റ് ഉണ്ട്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് ഫെർട്ടിലിറ്റി റേറ്റ്. ഈ 4 കാര്യങ്ങളുടെ എസ്റ്റിമേഷൻ നടത്താൻ വേണ്ടിയാണ് നമ്മൾ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ആൻഡ് ദി ലാസ്റ്റ് എന്ന് പറയുന്നത് സർവേസ് ആണ്. പല ടൈപ്പ് ഓഫ് സർവേസ് നടത്തും. ഓരോ കാര്യങ്ങളും എസ്റ്റിമേറ്റ് ചെയ്യാനൊക്കെ പല ടൈപ്പ് ഓഫ് സർവീസ് നടത്താറുണ്ട്. എക്സാമ്പിൾ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവീസ്, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവൽ ഹൗസ് ഹോൾഡ് സർവീസ്, അങ്ങനെയുള്ള പല സർവീസും നടത്താറുണ്ട്. അപ്പൊ ഇത് 4 എണ്ണമാണ് ശരിക്കും വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു ടോപ്പിക്കാണ് IDSP എന്ന് പറയുന്നത്, ഇന്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോജക്റ്റ്. സോ ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ലോഞ്ച് ചെയ്തൊരു പ്രൊജക്റ്റ് ആണ്. എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ ടു ഡിറ്റക്ട്
ആൻഡ് റെസ്പോണ്ട് ക്വിക്ലി ടു ഡിസീസ് ഔട്ട്ബ്രേക്സ്. പെട്ടെന്നുണ്ടാകുന്ന ഡിസീസ് ഔട്ട്ബ്രേക്സ് ഡിറ്റക്ട് ചെയ്യാനും അതിനോട് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ലോഞ്ച് ചെയ്തതാണ് ഈ പ്രോജക്ട്. 2004 ഇത് ലോഞ്ച് ചെയ്തത്. പിന്നെ വരുന്ന ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഒബ്ജക്റ്റീവ്സ് മെയിൻ ആയിട്ട് ആദ്യം പറഞ്ഞ പോലെ ഏർലി ഔട്ട്ബ്രേക്സ് ഏർലി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി, ടൈമിലി റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി, റാപ്പിഡ് റെസ്പോൺസിന് വേണ്ടി, സ്ട്രെങ്തൻ ദ ഡിസീസ് സർവൈലൻസ് സിസ്റ്റം, പിന്നെ അതുപോലെ തന്നെ റെഡ്യൂസ് ദ ഇൽനെസ്, അത് ഇൽനെസ് കുറയ്ക്കാനും അതുപോലെ ഉണ്ടാകുന്ന ഡെത്ത് കുറയ്ക്കാനും ഇത് യൂസ് ചെയ്യാം. സോ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. അടുത്തത് പറയുന്നത് മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് ഓഫ് IDSP ആണ്. ആദ്യത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് സർവൈലൻസ് ഓഫ് ഡിസീസ്. അതിൻ്റെ അകത്ത് നമ്മൾ ഓരോ പല എപ്പിഡമിക് ആയിട്ടുള്ള ഡിസീസുകളുടെ എല്ലാം നമ്മൾ കണ്ടിന്യൂസ് സർവൈലൻസ് നടത്തും. കോമൺ ആയിട്ട് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എപ്പോഴും ഡെങ്കു ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് ഡെങ്കു ഉണ്ടാവുന്നതിന്റെ എത്രമാത്രം ആൾക്കാരിലെ ഡെങ്കു ഉണ്ടാവുന്നുണ്ട്, എത്ര നാൾ ഇടവിട്ടാണ് ഇത് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ എപ്പോഴും സർവൈലൻസ് ചെയ്തുകൊണ്ടിരിക്കും. സെക്കൻഡ് എന്ന് പറയുന്നത് ഡേറ്റ കളക്ഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്. നമ്മൾ എപ്പോഴും സർവൈലൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും ഡേറ്റ പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുന്നു. എവിടെ നിന്നൊക്കെ ആയിരിക്കും ഡേറ്റ കളക്ട് ചെയ്യുന്നത്? സബ് സെന്റേഴ്സിൽ നിന്നായിരിക്കാം, PHC നിന്നായിരിക്കാം, CHC നിന്നായിരിക്കാം, പല ഹോസ്പിറ്റലുകളിൽ നിന്നായിരിക്കാം, ലബോറട്ടറീസിൽ നിന്നായിരിക്കാം. എല്ലായിടത്തു നിന്നും നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലബോറട്ടറി സപ്പോർട്ടാണ്. ലബോറട്ടറി സപ്പോർട്ട് വേണം നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും കൾച്ചർ ചെയ്യാനും അതുപോലെ എന്തെങ്കിലും ഒക്കെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടി ലബോറട്ടറിയുടെ സപ്പോർട്ട് വേണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു എപ്പിഡമിക് ഉണ്ടാവുകയാണെങ്കിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ഒരു ടീമിനെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. ഡോക്ടേഴ്സും എപ്പിഡമോളജിസ്റ്റും മൈക്രോബയോളജിസ്റ്റും പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ അറേഞ്ച് ചെയ്ത് വെക്കും. പിന്നെയുള്ള ഇൻഫർമേഷൻ ടെക്നോളജി സപ്പോർട്ട് ലൈക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇപ്പോൾ ഒരു എപ്പിഡമിക് ഔട്ട്ബ്രേക്ക് ഉണ്ടായാൽ ആ ഏരിയയിലുള്ള ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ എത്രയും പെട്ടെന്ന് ഈ രോഗത്തെ പറ്റി അറിയിക്കാനുള്ള ഇൻഫർമേഷൻ ടെക്നോളജി സപ്പോർട്ടും ഉണ്ടാവും. പിന്നെ ഉള്ളൊരു സംഭവമാണ് ടൈപ്സ് ഓഫ് സർവൈലൻസ്. 3 ടൈപ്പ് ഓഫ് സർവൈലൻസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് സിൻഡ്രോമിക് സർവൈലൻസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ സർവൈലൻസ് നടത്തുന്ന ആ പ്രദേശത്തുള്ള ആൾക്കാരുടെ സിംറ്റംസ് വെച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഒരു പ്രദേശത്തുള്ള കുറെ ആൾക്കാർക്ക് അറ്റ് എ ടൈം ഡയറിയ വന്നുകൊണ്ടിരിക്കും എപ്പോഴും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവരുടെ സിംറ്റംസ് വെച്ചിട്ട് അവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരുടെ ഒരു സർവൈലൻസ് നടത്തുന്നത്. അതാണ് സിൻഡ്രോമിക് സർവൈലൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രിസംപ്റ്റീവ് സർവൈലൻസ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ക്ലിനിക്കൽ ഡയഗ്നോസിസ് ബൈ ഡോക്ടേഴ്സ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പേഷ്യന്റ് പെട്ടെന്ന് ഒരു ചുമയോ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഒരു സ്ഥലത്ത് ഡോക്ടറിനെ കാണാൻ വരുന്നു, ഡോക്ടർ ഡയഗ്നോസ് ചെയ്യുന്നു TB ആണ്. അപ്പൊ TB ആണെന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മൾ പിന്നെ ആ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാം സർവൈലൻസ് ചെയ്യുന്നു. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ലബോറട്ടറി സർവൈലൻസ്. ലബോറട്ടറി കൺഫേം ചെയ്യുന്ന ഡയഗ്നോസിസ് അതുവഴി സർവൈലൻസ് നടത്തുന്നു. ഇപ്പൊ ടൈഫോയിഡ് ഫീവർ അങ്ങനെ ലബോറട്ടറി കൺഫേം ചെയ്യുന്ന ഡയഗ്നോസിസ് ത്രൂ നമ്മൾ സർവൈലൻസ് ചെയ്യുന്നതാണ് ലബോറട്ടറി സർവൈലൻസ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഈ 3 ടൈപ്സ് ആണ് നമ്മുടെ IDSPയുടെ അണ്ടറിൽ വരുന്ന ടൈപ്സ് ഓഫ് സർവൈലൻസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്യാൻ കാരണം നമ്മളോട് ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. സോ ഇതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. നെക്സ്റ്റ് നമുക്ക് 4th ചാപ്റ്ററിലേക്ക് പോവാം. പോപ്പുലേഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോൾ. ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് മെയിൻ ആയിട്ടും വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇതാണ്, പോപ്പുലേഷൻ കൺട്രോൾ മെത്തേഡ്സ് ആണ്, കോൺട്രാസെപ്റ്റീവ്സ് ആണ്. അത് ഓൾറെഡി നമ്മുടെ OBGയിൽ പഠിച്ചിട്ടുള്ള, അതുപോലെ MGP ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. OBG പഠിക്കുന്നതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് വിടുക. പിന്നെ ഉള്ളത് ഇതിൻ്റെ അകത്ത് വരാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നാഷണൽ ഫാമിലി വെൽഫെയർ പ്രോഗ്രാം. സോ അതിനെപ്പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഫാമിലി വെൽഫെയർ പ്രോഗ്രാം? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഇൻട്രൊഡ്യൂസ് ചെയ്ത നാഷണൽ പ്രോഗ്രാമാണ് ഈ ഫാമിലി വെൽഫെയർ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ബോത്ത് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ അലോങ് വിത്ത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് സർവീസസ്. മെറ്റേണൽ ഉണ്ട്, ചൈൽഡ് ഉണ്ട്, അതുപോലെ റീപ്രൊഡക്റ്റീവ്. ഈ 3 ഹെൽത്ത് സർവീസസ് ആണ് നമ്മുടെ ഇവിടെ ഈ ഒരു പ്രോഗ്രാം വഴി പ്രൊവൈഡ് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ്സ് ചെയ്താൽ കൺട്രോൾ ദി പോപ്പുലേഷൻ ഗ്രോത്ത്, അതുപോലെ ഇംപ്രൂവ്സ് ദ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത്, പ്രൊമോട്ട് സ്മോൾ ഫാമിലി നോംസ്, പ്രൊവൈഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കെയർ സർവീസസ്. അങ്ങനെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് എഴുതുക. പിന്നെ മെയിനായിട്ടും വരുന്നത് കമ്പോണൻസ് ആണ്. കമ്പോണൻസിൻ്റെ ഹെഡിങ് മാത്രം അറിഞ്ഞിരുന്നാൽ മാത്രം മതി, നമുക്ക് സ്വന്തമായിട്ട് അതിൻ്റെ അടിയിലത്തെ പോയിന്റ് ചെയ്താൻ പറ്റുന്നതാണ്. ഹെഡിങ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ഫാമിലി പ്ലാനിങ് സർവീസസ്. അതിനകത്ത് നമുക്കറിയാം ടെമ്പററി കോൺട്രാസെപ്റ്റീവ്സും ഉണ്ട്, പെർമനൻറ്റ് മെത്തേഡ്സും ഉണ്ട്. ഓൾറെഡി നമ്മൾ കോൺട്രാസെപ്റ്റീവ്സിനെ പറ്റി പഠിക്കുന്നതാണ്. സോ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. അടുത്തെന്ന് പറയുന്നത് മെറ്റേണൽ ഹെൽത്ത് സർവീസസ്. അതിൻ്റെ അകത്ത് നമുക്ക് ആൻറ്റിനേറ്റൽ സർവീസസ് വരുന്നുണ്ട്, ഇൻട്രാനേറ്റൽ വരുന്നുണ്ട്,
പോസ്റ്റ്നേറ്റൽ കെയർ വരുന്നുണ്ട്, ന്യൂട്രീഷണൽ സപ്പോർട്ട് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി OBG പഠിച്ചാണ്. അപ്പോൾ നമുക്കറിയാവുന്ന ഡീറ്റെയിൽസ് അതിനകത്ത് ആഡ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ചൈൽഡ് ഹെൽത്ത് സർവീസസ്. അതിനകത്ത് വരുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് ഇമ്മ്യൂണൈസേഷൻ ഉണ്ട്, ഗ്രോത്ത് മോണിറ്ററിംഗ് ഉണ്ട്, ന്യൂട്രീഷൻ പ്രോഗ്രാംസ്, മാനേജ്മെൻറ്റ് ഓഫ് ചൈൽഡ്ഹുഡ് ഇൽനെസ്. ഇപ്പോൾ ഇമ്മ്യൂണൈസേഷൻ, നമ്മുടെ ചൈൽഡ്ഹുഡിൽ എടുക്കേണ്ട ഇമ്മ്യൂണൈസേഷൻ ഏതൊക്കെയാണ്, വാക്സിൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് മോണിറ്റർ ചെയ്യുന്നതിനെ പറ്റിയും ന്യൂട്രീഷൻ പ്രോഗ്രാംസിനെ പറ്റിയൊക്കെ നമ്മളിവിടെ ആഡ് ചെയ്യുക. പിന്നെ വരുന്നത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് സർവീസസ് ആണ്. അതിൻ്റെ അകത്ത് ഇൻഫെർട്ടിലിറ്റി സർവീസസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഉണ്ട്, അഡോളസെൻ്റ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എഡ്യൂക്കേഷനും അതിൻ്റെ അടിയിൽ വരുന്ന പോയിൻ്റാണ്. ലാസ്റ്റ് എന്ന് പറയുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. എന്തിനൊക്കെ റിഗാർഡ് ചെയ്തുള്ള അവയർനെസ് ആണ് കൊടുക്കുന്നത്. ഫാമിലി പ്ലാനിങ്ങിനെ പറ്റി നമുക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാം, ന്യൂട്രീഷനെ പറ്റി, മെനിസ്ട്രൽ ഹൈജീനെ പറ്റി, ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പറ്റി, ബർത്ത് സ്പേസിങ്ങിനെ പറ്റി, അങ്ങനെ ഇതുപോലത്തെ ഒക്കെ ടോപ്പിക്ക് റിഗാർഡിംഗ് ആയിട്ടുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് പ്രോഗ്രാംസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. സോ ഇത്രയാണ് നമ്മുടെ ഫാമിലി വെൽഫെയർ പ്രോഗ്രാമിൻ്റെ അടിയിൽ വരുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഫാമിലി വെൽഫെയർ പ്രോഗ്രാം എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റീവ്സും കമ്പോണൻസും ഒക്കെ എഴുതിയിട്ട് നേഴ്സസ് റോൾ കൂടി ആഡ് ചെയ്യണം. നെക്സ്റ്റ് ചാപ്റ്റർ 5ാമത്തേതാണ് ഒക്കുപേഷണൽ ഹെൽത്ത്. ഇതിൻ്റെ അകത്ത് ഒക്കുപേഷണൽ ഹെൽത്ത് ഹസാർഡ്സ്, നമ്മളോട് ഒരു ഫ്രണ്ട് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന. അതുകൂടാതെ ഈ ഒക്കുപേഷണൽ ഹെൽത്ത് ഹസാർഡ്സ് നമ്മുടെ കയ്യിലുള്ള 3 ക്വസ്റ്റ്യൻ പേപ്പറിലും 2 ക്വസ്റ്റ്യൻ പേപ്പറിലും അപ്പിയർ ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് നേഴ്സസ് റോൾ ഇൻ ഒക്കുപേഷണൽ ഹെൽത്ത് ഡിസീസ് ആൻഡ് ഹസാർഡ്സ് എന്നും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഒക്കുപേഷണൽ ഹെൽത്ത് ഹസാർഡ്സ് എന്തൊക്കെയാണെന്ന് കാണാം. മെയിനായിട്ടും 5 ഹസാർഡ്സ് ആണുള്ളത്. ഫിസിക്കലുണ്ട്, കെമിക്കൽ, ബയോളജിക്കൽ, മെക്കാനിക്കൽ ആൻഡ് സൈക്കോസോഷ്യൽ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ലൈറ്റ് അല്ലെങ്കിൽ നോയ്സ്, വൈബ്രേഷൻ, അൾട്രാസൗണ്ട് റേഡിയേഷൻ, അയോണൈസിങ് റേഡിയേഷൻ, ഇങ്ങനത്തെയൊക്കെയാണ് ഫിസിക്കൽ ആയിട്ടുള്ള ഹസാർഡ്സ്. അടുത്തതെന്ന് പറയുന്നത് കെമിക്കൽ ഹസാർഡ്സ്. എന്തെങ്കിലും കെമിക്കൽ സബ്സ്റ്റൻസ്, അതിപ്പം ഇൻഹേലിംഗ് ആയിരിക്കാം, ഗേഷ്യസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻജസ്റ്റിംഗ് ആയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് ആയിരിക്കാം. അങ്ങനെ അതുമൂലം ഉണ്ടാകുന്ന ഹസാർഡ്സാണ് കെമിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ഹസാർഡ്സ്. ബയോളജിക്കൽ ഹസാർഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒക്കുപേഷണൽ ഡിസീസുകളെയാണ്. ഈ ഒക്കുപേഷണൽ ഡിസീസും ഒക്കുപേഷണൽ ഹസാർഡ്സും രണ്ടാണ്. ഒക്കുപേഷണൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒക്കുപേഷൻ മൂലം ഒരാൾക്ക് ഒരു ഡിസീസ് ഉണ്ടാകുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഭയങ്കര നോയ്സി ആയിട്ടുള്ള ഒരു ഏരിയയിൽ കണ്ടിന്യൂസ് എല്ലാ ദിവസവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് കുറേ കാലം അതിനോട് എക്സ്പോസ്ഡ് ആയി കഴിയുമ്പോൾ ഭാവിയിലൊരു ഡെഫ്നെസ് വരാൻ ചാൻസ് ഉള്ളതാണ്. അതിനെയാണ് നമ്മൾ ഒക്കുപേഷണൽ ഡിസീസ് എന്ന് പറയുന്നത്. സോ അതിനെയാണ് ബയോളജിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. ആന്ത്രാക്സ്, ലെപ്റ്റോസ്പൈറോസിസ്, ബ്രൂസെല്ലോസിസ്, അങ്ങനെ പല ഡിസീസ് കണ്ടീഷൻ ഓരോ ഒക്കുപേഷൻസ് കാരണം ഉണ്ടാവാം. പിന്നെ വരുന്നത് മെക്കാനിക്കൽ ഹസാർഡ്സ് ആണ്. മെക്കാനിക്കൽ ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മുടെ ഫാക്ടറീസിലൊക്കെ ഇൻഡസ്ട്രീസിലൊക്കെ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും മെഷീനറീസ് കാരണം എന്തെങ്കിലും ആക്സിഡൻറ്റ്സ് സംഭവിക്കും. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇതിൻ്റെ മെഷീൻ്റെ ഇടയ്ക്ക് കൈ പോയി, അങ്ങനെയൊക്കെ പറഞ്ഞ് ഉണ്ടാകുന്ന ആക്സിഡൻറ്റ്സ്, അതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് എന്ന് പറയുന്നത് സൈക്കോസോഷ്യൽ ഹസാർഡ്സ് ആണ്. സൈക്കോസോഷ്യൽ ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് എൻവയോൺമെൻറ്റുമായി റിലേറ്റഡ്, സൈക്കോളജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, വർക്കിലുണ്ടാകുന്ന സ്ട്രെസ്സ്, അല്ലെ ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്ത, ഫാമിലി ലൈഫ് പ്രോപ്പറായിട്ട് നടക്കാതെ വരുന്നത്, അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ടെൻഷൻ, ഫ്രസ്ട്രേഷൻസ്, സാലറി ഇല്ലാത്ത കണ്ടീഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ സൈക്കോസോഷ്യൽ ഹസാർഡ്സിൻ്റെ അകത്ത് വരുന്നത്. സോ ഇത്രയാണ് ഒക്കുപേഷണൽ ഹസാർഡ്സ് ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ മെയിൻ പോയിന്റ്സ് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ബാക്കിയുള്ള പോയിന്റ്സ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് അതിൻ്റെ അകത്ത് നിങ്ങൾ ഒന്ന് നോക്കി വെക്കേണ്ട ഒരു ഇതാണ് ASI ആക്ട് എന്ന് പറയുന്നത്. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് എന്ന് പറയും, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് പറയുന്നത് 1948 എൻ്റെ അകത്തെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പഠിച്ചിരിക്കണം. മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട ബെനിഫിറ്റ്സ് ആണ്. മെയിൻ ബെനിഫിറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മെഡിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ട്, സിക്നെസ് ബെനിഫിറ്റ് ഉണ്ട്, മെറ്റേണിറ്റി ബെനിഫിറ്റ്, ഡിസേബിൾമെൻറ്റ് ബെനിഫിറ്റ്, ഡിപ്പെൻഡൻറ്റ് ബെനിഫിറ്റ് ആൻഡ് ഫ്യൂണറൽ എക്സ്പെൻസസ്. ഇത്രയാണ് ഇത് നമ്മുടെ ESI ആക്ടിൻ്റെ അണ്ടർ വരുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ റോൾ ഓഫ് എ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സും കൂടി ആഡ് ചെയ്യുക. 6th ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്, ജീറിയാട്രിക് ഹെൽത്ത് കെയർ. അതിനകത്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹെൽത്ത് പ്രോബ്ലംസ് ഓഫ് ഓൾഡർ അഡൾട്ട്സ്. കുറേയേറെ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് മെയിനായിട്ടും 2 രീതി ക്ലാസിഫൈ ചെയ്ത് എഴുതാം. ഒന്ന് ലോങ് ടേം അല്ലെ ക്രോണിക് ആയിട്ടുള്ള ഇൽനെസ്, പിന്നെയെന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ്. ക്രോണിക് ഇൽനെസ്സിൻ്റെ അകത്ത് വരുന്നതാണ് ഡീജനറേറ്റീവ് ഡിസീസ് ഓഫ് ദി ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്, ക്യാൻസർ, ആക്സിഡൻറ്റ്സ്, ഡയബറ്റീസ്, ഡിസീസ് ഓഫ് ലോക്കോമോട്ടോർ സിസ്റ്റം,
റെസ്പിറേറ്ററി ഇൽനെസ് ലൈക്ക് ബ്രോങ്കൈറ്റിസ്, ആസ്മ, എംഫൈസീമ, genitourinary system, enlargement of prostate, dysuria, nocturia, frequent and urgency of maturation. ഇത്രയൊക്കെയാണ് മെയിനായിട്ടും ക്രോണിക് ഡിസീസുകൾ വരുന്നത്. ഇതുകൂടാതെ അൽസൈമേഴ്സ് ഡിസീസ്, പാർക്കിൻസൺസ് ഡിസീസ്, HIV, എയ്ഡ്സ്, മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷനൊക്കെ ആഡ് ചെയ്യാം. പിന്നെ വരുന്നത് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആണ്. സെക്ഷൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അതുപോലെ ഇമോഷണൽ ആയിട്ടുള്ള ഡിസോർഡേഴ്സ്, ഇമ്പയർഡ് മെമ്മറി, റിജിഡിറ്റി ഓഫ് ഔട്ട്ലുക്ക്, ഡിസ്ലൈക്ക് ഓഫ് ചേഞ്ചസ്, അങ്ങനത്തെ വരുന്ന കണ്ടീഷനൊക്കെയാണ് സൈക്കോളജിക്കലിനകത്ത് വരുന്നത്. സോ ഈ രണ്ട് മെയിൻ ഹെഡിങ്ങുകളുടെ അടിയിലാണ് നമ്മൾ ഓരോ പോയിൻറ്റ്സും എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റോൾ ഓഫ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് ഇൻ ജീറിയാട്രിക് കെയർ. അപ്പോൾ അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്ന ഹെഡിങ് എന്ന് പറയുന്ന ഹെൽത്ത് അസസ്മെൻ്റ് ഉണ്ട്, അറേഞ്ചിങ് ഓർ പ്രൊമോട്ടിംഗ് ഗുഡ് ന്യൂട്രീഷൻ, ദെൻ പ്രൊമോട്ടിംഗ് ആക്ടിവിറ്റി ആൻഡ് എക്സസൈസ്, പ്രിവെൻറ്റീവ് കെയർ ഓഫ് എൽഡർലി, പ്രൊവൈഡിങ് സൈക്കോളജിക്കൽ സപ്പോർട്ട്. ഇത്രയാണ് മെയിനായിട്ടും. അതുപോലെ തന്നെ പ്രൊവൈഡിങ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഇതാണ് മെയിനായിട്ട് വരുന്ന ഹെഡിങ്. ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലുള്ള പോയിൻറ്റ്സ് ആഡ് ചെയ്യുക. അടുത്ത നമ്മുടെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് NPHC, നാഷണൽ പ്രോഗ്രാം ഫോർ ഹെൽത്ത് കെയർ ഓഫ് എൽഡർലി. ഇത് നിങ്ങളൊന്ന് വായിച്ചിരിക്കുക, വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. സോ NPHC, നാഷണൽ പ്രോഗ്രാം ഫോർ ഹെൽത്ത് കെയർ ഓഫ് ദി എൽഡർലി. ഈ ഒരു പ്രോഗ്രാം നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2010 ലോഞ്ച് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ടു പ്രൊവൈഡ് ആക്സസിബിൾ, അഫോർഡബിൾ ആൻഡ് ക്വാളിറ്റി ഹെൽത്ത് കെയർ സർവീസസ് ടു ദി എൽഡർലി പീപ്പിൾ. എല്ലാ ജീറിയാട്രിക് പീപ്പിളിനും ആക്സസിബിൾ ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ക്വാളിറ്റി ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ NPHC എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്. സർവീസസ്, മെയിനായിട്ട് നമ്മൾ സർവീസസ് ആണ് ഓർത്തിരിക്കേണ്ടത്. ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രിവെൻറ്റീവ് സർവീസസ്, റെഗുലർ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ചെക്കപ്സ്, സ്ക്രീനിങ് ഫോർ ക്രോണിക് ഡിസീസസ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അഡ്വൈസസ്, ഇതൊക്കെയാണ് പ്രിവെൻറ്റീവ് കെയറിൻ്റെ അകത്ത് വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യൂറേറ്റീവ് കെയർ ആണ്. ക്യൂറേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഇൽനെസ് ഉള്ള ആൾക്കാരെ ക്യൂർ ചെയ്യാൻ വേണ്ടി ആവശ്യമായ മാനേജ്മെൻറ്റ് എടുക്കുന്നു. ഇപ്പോൾ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ആർത്രൈറ്റിസ്, അങ്ങനെ എൽഡർലി കാണുന്ന കോമൺ ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷനാണ് ഇതൊക്കെ. ഇതുപോലത്തെ കണ്ടീഷനൊക്കെ ആവശ്യമായ ട്രീറ്റ്മെൻറ്റും മാനേജ്മെൻറ്റും എടുക്കുന്നതിനാണ് നമ്മൾ ക്യൂറേറ്റീവ് കെയർ എന്ന് പറയുന്നത്. ലാസ്റ്റ് എന്ന് പറയുന്നത് റീഹാബിലിറ്റേറ്റീവ് കെയർ ആണ്. റീഹാബിലിറ്റേറ്റീവ് കെയറിൻ്റെ അകത്ത് നമ്മൾ ഫിസിയോതെറാപ്പി സെക്ഷൻസ് കൊടുക്കും, റീഹാബിലിറ്റേഷൻ സെക്ഷൻസ് കൊടുക്കും, മൊബിലിറ്റി അസിസ്റ്റൻസ് കൊടുക്കും, കൗൺസിലിംഗ് സർവീസസ് കൊടുക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ റീഹാബിലിറ്റേറ്റീവ് കെയറിൻ്റെ അകത്ത് വരുന്നത്. ലാസ്റ്റ് റെഫറൽ സർവീസസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതൊരു പർട്ടിക്കുലർ കണ്ടീഷനായിട്ട് പേഷ്യൻറ്റ് വന്ന് ഒരു സബ് സെൻറ്ററിൽ വന്നു എന്നിരിക്കട്ടെ, ആ പേഷ്യൻറ്റിന് നമുക്ക് അവിടുന്ന് പ്രോപ്പർ കെയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് തൊട്ടുമേലാൾ PHC അല്ലെ CHCയിലേക്ക് നമ്മൾ റെഫർ ചെയ്യുന്നു. അതിനാണ് റെഫറൽ സർവീസ് എന്ന് പറയുന്നത്. ഇത്രയാണ് മെയിനായിട്ടും NPHCയുടെ അണ്ടറിൽ വരുന്ന സർവീസസ് എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ റോൾ ഓഫ് എ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സും ആഡ് ചെയ്യുക. നെക്സ്റ്റ് ചാപ്റ്റർ 7 ആണ് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ്. ഈ മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിൻ്റെ അകത്ത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം. സോ ജസ്റ്റ് നമുക്കതെന്താന്ന് നോക്കാം. നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ 1982 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ടു പ്രൊമോട്ട് ദി മെൻ്റൽ വെൽബീയിങ്. എല്ലാവരുടെയും മെൻ്റൽ വെൽബീയിങ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് ഈ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുന്നതാണ് കമ്പോണൻസിൻ്റെ അത് ആദ്യം നിന്ന് വരുന്ന ട്രീറ്റ്മെൻ്റ് ആണ്. പക്ഷേ എല്ലാ മെൻ്റൽ ഡിസോർഡേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിനകത്ത് ഏർലി ഡയഗ്നോസിസ് വരുന്നുണ്ട്, മാനേജ്മെൻറ്റ് ഓഫ് കോമൺ മെൻ്റൽ ഇൽനെസ് ഉണ്ട് ലൈക്ക് ഡിപ്രഷൻ, ആൻസൈറ്റി, സ്കിസോഫ്രീനിയ, അങ്ങനത്തെ മെൻ്റൽ ഡിസോർഡേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് റീഹാബിലിറ്റേറ്റീവ് സർവീസസ് ആണ്. അത് കമ്മ്യൂണിറ്റി ബേസ്ഡ് ലെവലിൽ കൊടുക്കാം, അല്ലെങ്കിൽ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ ആയിട്ട് കൊടുക്കാം, സോഷ്യൽ റീഹാബിലിറ്റേഷൻ ആയിട്ട് കൊടുക്കാം. അതാണ് റീഹാബിലിറ്റേഷൻ സർവീസ് എന്ന് പറയുന്നത്. പിന്നെയുള്ള പ്രിവെൻഷൻ ആൻഡ് പ്രൊമോഷൻ. ഈ മെൻ്റൽ ഹെൽത്ത് ഡിസീസസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെ മെൻ്റൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യമായ മാനേജ്മെൻറ്റ് എടുക്കുക, ലൈക്ക് മെൻ്റൽ ഹെൽത്ത് അവെയർനെസ് കൊടുക്കുക, സ്ട്രെസ് മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ കൊടുക്കുക, സൂയിസൈഡ് പ്രിവെൻഷൻ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് അതിൻ്റെ ഇടയിൽ വരുന്ന പോയിൻറ്റ്സ്. ലാസ്റ്റ് എന്ന് പറയുന്നത് ട്രെയിനിങ് ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ്. ഒരു പ്രോപ്പറായിട്ടുള്ള ഗുഡ് മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ എല്ലാം ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ട്രെയിൻ ചെയ്യിച്ചു കൊടുക്കുക. അതനുസരിച്ച് അവർക്ക് ഓരോ ആൾക്കാർക്കും വരുന്ന പേഷ്യൻസിനാണെങ്കിലും പ്രോപ്പറായിട്ടുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാൻ സാധിക്കും. സോ ഇത്രയാണ് കമ്പോണൻസ് എന്ന് പറയുന്നത്. നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്, വരാൻ ചാൻസ് ഉള്ളതാണ്. എല്ലാവരും ഒന്ന് വായിച്ചിരിക്കുക. ചാപ്റ്റർ 8 ഹെൽത്ത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇതിൻ്റെ അകത്ത്
ഇങ്ങനെ തന്നെയാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഹെൽത്ത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം HMIS. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ എഴുതാമെന്ന് നോക്കാം. അതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ ഡെഫിനേഷൻ എഴുതുക. എന്താണ് ഹെൽത്ത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ സിസ്റ്റം യൂസ് ഫോർ കളക്ടിങ്, റെക്കോർഡിംഗ്, അനലൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ഹെൽത്ത് റിലേറ്റഡ് ഡേറ്റ. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡേറ്റാസും കളക്ട് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും അനലൈസ് ചെയ്യാൻ വേണ്ടി ആൻഡ് റിപ്പോർട്ട് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ഹെൽത്ത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞ പോലെ തന്നെ ഡേറ്റാസ് കളക്ട് ചെയ്യുക, അത് മോണിറ്റർ ചെയ്യുക, സപ്പോർട്ട് പ്ലാനിങ് ആൻഡ് പോളിസി മേക്കിംഗ്, ഇംപ്രൂവ് ദ ഹെൽത്ത് കെയർ ഡെലിവറി, evaluate the health programs performance. ഓരോ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിൻ്റെയും പെർഫോമൻസ് എത്രമാത്രം ഉണ്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് HIMSൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കമ്പോണൻസ് നമുക്ക് കാണാം. ഫസ്റ്റ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റ കളക്ഷൻ. നമ്മൾ സബ് സെൻറ്റേഴ്സ്, PHC, CHC, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, അങ്ങനെ എല്ലായിടത്തിൽ നിന്നും നമ്മൾ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു. ഡേറ്റ റെക്കോർഡിങ്, നമ്മൾ ഡേറ്റാസ് എല്ലാം പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. ഈ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്സ് അല്ലെ, ബർത്ത് ഡേറ്റ്, റേറ്റ്, ഡെത്ത് റേറ്റ്, മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ്, അങ്ങനത്തെ ഇമ്മ്യൂണൈസേഷൻ റെക്കോർഡ്സ്, ഹോസ്പിറ്റൽ സർവീസസിൻ്റെ റെക്കോർഡ്സ്, അങ്ങനെ എല്ലാം നമ്മൾ ഡേറ്റാസ് റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം ഡേറ്റ കമ്പൈലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഡേറ്റാസ് എല്ലാം കമ്പൈൻ ചെയ്ത് ഓർഗനൈസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡേറ്റ അനാലിസിസ് ചെയ്യുന്നു. നമ്മൾ ഈ കളക്ട് ചെയ്ത ഡേറ്റാസ് എല്ലാം വെച്ച് അനാലിസിസ് നടത്തുന്നു. ലൈക്ക് ഡിസീസ് ട്രെൻഡ്സ് എന്തെങ്കിലും ഉണ്ടോ, ഹെൽത്ത് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ, അതുപോലെ തന്നെ ഈ പ്രോഗ്രാംസിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അതിൻ്റെ ഇവാലുവേഷൻ എങ്ങനെയാണ്, അതൊക്കെ. പിന്നെ അഞ്ചാമത്തെ വരുന്നത് റിപ്പോർട്ടിംഗ് ആണ്. റിപ്പോർട്ടിങ്ങിനകത്ത് വരുന്നത് നമ്മൾ ഈ ലാസ്റ്റ് അനലൈസ് ചെയ്തിട്ട് ഈ ഡേറ്റാസ് എല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനാവശ്യമായ ഇൻ്റർവെൻഷൻസ് നമ്മൾ പ്ലാൻ ചെയ്യും. അതാണ് റിപ്പോർട്ടിങ്ങിനകത്ത് വരുന്നത്. ഇതുകൂടാണ്ട് നമുക്ക് ഫങ്ഷൻസ് ഓഫ് HMIS എഴുതാം, അഡ്വാൻറ്റേജസ് എഴുതാം, ലിമിറ്റേഷൻസ്, നേഴ്സസ് റോൾ, ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഈ HMISൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ 8 ചാപ്റ്റേഴ്സ് കണ്ടു. ഇനി ഒരു 5 ചാപ്റ്റേഴ്സ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ നെക്സ്റ്റ് വീഡിയോ നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോയിലായിരിക്കും നമ്മളോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച ക്വസ്റ്റ്യൻസ്, ലൈക്ക് ഇപ്പം ഹെൽത്ത് ഡെലിവറി സിസ്റ്റം, കോമൺ നാഷണൽ പ്രോഗ്രാംസ്, അതുപോലെ തന്നെ ഹെൽത്ത് ഏജൻസീസ്, ഇങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന 5 ചാപ്റ്റേഴ്സിലാണ്. അതുകൊണ്ട് കാരണം മാക്സിമം എല്ലാവരും ആ സെക്കൻഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോസും കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളോട് കമൻറ്റ് വഴി അറിയിക്കുന്നത് പ്രകാരം നമ്മൾ അടുത്ത വീഡിയോയിൽ അതോടുകൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരെയും നാളെ കാണാം. അണ്ടിൽ ടുമോറോ, ബൈ.